കണ്ണൂർ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൂടുതൽ കരുത്തനാകുകയാണ് റിജിൽ മാക്കുറ്റി എന്ന യുവ നേതാവ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചരിത്രപരമായ വിജയമാണ് റിജിൽ മാക്കുറ്റി കരസ്ഥമാക്കിയത്. സത്യം പറഞ്ഞാൽ കണ്ണൂരിൽ റിജിൽ മാക്കുറ്റിക്ക് പകരം വയ്ക്കാൻ വേറൊരു നേതാവില്ല എന്ന് തന്നെ പറയാം. സുധാകരന്റെ ശിഷ്യനാണ് റിജിൽ മാക്കുറ്റി. കണ്ണൂരിലെ രാഷ്ട്രീയം ഒന്ന് വേറെ തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രാഷ്ട്രീയത്തിലെ ചോരത്തിളപ്പുകൾ കേരളം കണ്ട ഒരു ജില്ല തന്നെയാണ് കണ്ണൂർ. കടാരകളും വടിവാളുകളും കൊണ്ടും ചീളുകൾ നിറച്ച ബോംബ് കൊണ്ടും തീർത്തു കൊടുക്കുന്ന കണ്ണൂർ രാഷ്ട്രീയത്തിൽ സാധാരണ ഒരാൾക്ക് അവിടെ നേതാവായി മാറാൻ കഴിയില്ല. CPM-കാരന്റെ കുടൽമാലയും കൊണ്ടുവന്നാൽ ഞാൻ പൂമാലയിട്ട് തരാം എന്ന് പറഞ്ഞ N രാമകൃഷ്ണൻ എന്ന പഴയ കോൺഗ്രസിന്റെ NR. ആ NR സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞ് NR-നേക്കാൾ ഒരു പടി മുന്നിൽ നിന്ന് കേരളത്തിലെ കോൺഗ്രസിനെ തന്നെ നയിച്ച ധീരനായ നേതാവാണ് K സുധാകരൻ. ഇവരൊക്കെ രാഷ്ട്രീയം നടത്തിയത് മാത്രമല്ല, ജീവിച്ചത് തന്നെ ബോംബുകൾക്കും കടാരകൾക്കും ഇടയിലൂടെയാണ്. കണ്ണൂർ CPM-ന്റെ കോട്ടയാണെന്ന് ിട്ടും ചുറ്റും നിന്നവർ ജീവനറ്റ് വീഴുമ്പോഴും പിടിച്ചുനിന്ന് പാർട്ടിക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാത്ത സുധാകരനെ പോലെയുള്ളവർക്ക് പിൻഗാമികളില്ലെങ്കിൽ കണ്ണൂരിലെ രാഷ്ട്രീയം ക്ലാവ് പിടിച്ചു പോകും. അത് പാർട്ടിയെ തന്നെ ഇല്ലാതാക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ആശങ്കകൾക്ക് പരിഹാരമായിട്ടാണ് റിജിൽ മാക്കുറ്റി രംഗപ്രവേശനം ചെയ്യുന്നത്. KSU കാലഘട്ടം മുതൽ തന്നെ ചാനൽ ചർച്ചകളിലും പ്രസംഗങ്ങളിലും എല്ലാം ഒരു തീപ്പൊരിയായിരുന്നു റിജിൽ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടു കൂടിയാണ് റിജിൽ കണ്ണൂരിന്റെ നായകനായി മാറുന്നത്. കോൺഗ്രസും മുസ്ലിം ലീഗും എത്തി നോക്കാൻ ഭയന്നിരുന്ന കണ്ണൂർ കോർപ്പറേഷനിലെ ആദികടലായി എന്ന CPM കോട്ട പിടിച്ചെടുത്തു. അതും വൻ ഭൂരിപക്ഷത്തിൽ പിടിച്ച് UDF-ന്റെ അക്കൗണ്ടിൽ ചേർത്തത് കേരളം ഒന്നടങ്കം കൈകൂപ്പി നിന്ന സംഭവമായിരുന്നു. കാരണം അതത്ര ചെറിയ വിജയമായിരുന്നില്ല. ആദികടലായി എന്ന കണ്ണൂർ കോർപ്പറേഷനിലെ കടപ്പുറം വാർഡ് പതിറ്റാണ്ടുകളായി CPM-ന്റെ കുത്തകയായിരുന്നു. ആകെ പോൾ ചെയ്ത 2671 വോട്ടുകളിൽ 1413 വോട്ടുകളും സ്വന്തമാക്കിയത് റിജിൽ മാക്കുറ്റിയാണ്. അതായത് LDF-ന്റെയും BJP-യുടെയും SDPI-യുടെയും ഒപ്പം മാക്കുറ്റിയെ തോൽപ്പിക്കാൻ വേണ്ടി നിന്ന ലീഗ് സ്വതന്ത്രന്റെയും മറ്റൊരു സ്വതന്ത്രന്റെയും അടക്കം 5 സ്ഥാനാർത്ഥികൾ ചേർന്ന് 1258 വോട്ടുകൾ നേടുമ്പോൾ റിജിൽ മാക്കുറ്റി എന്ന UDF നേതാവ് ഒറ്റയ്ക്ക് നേടിയത് 1413 വോട്ടുകളായിരുന്നു. കഴിഞ്ഞ തവണ LDF-ന്റെ അനിത KV 1394 വോട്ടുകൾ നേടിയെടുത്താണ് ഇത്തവണ 693 വിക്കറ്റിലേക്ക് കൂപ്പുകുത്തിയത്. അല്ല, ഇടതുകോട്ട തകർത്ത റിജിൽ തരിപ്പണമാക്കിയത്. സംഘപരിവാറിനെതിരായി അഹോരാത്രം പോരാട്ടം നടത്തുന്ന റിജിലിന്റെ വിജയം ആദികടലായിലെ മതേതരത്വത്തിന്റെ വിജയമാണ്. റിജിൽ തുടക്കം മുതൽ തന്നെ RSS-നെതിരെ സമരം നയിക്കുന്നതിൽ കുറച്ച് മുന്നിലായിരുന്നു. എന്നാൽ നടത്തിയ ആ പോരാട്ടങ്ങൾ ശരിയാണെന്ന് ഈ തിരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു. അതായത് ഈ വാർഡിൽ കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ 180-ൽ പരം വോട്ട് നേടിയ BJP ഇത്തവണ വെറും 143 വോട്ടുകളാണ് നേടിയത്. ബാക്കിയുള്ള BJP വോട്ടുകൾ വരെ മാക്കുറ്റിക്ക് നൽകി എന്ന് പറഞ്ഞാലും അത്ഭുതമില്ല. മൊത്തത്തിൽ കണ്ണൂർ കോർപ്പറേഷനിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് വർദ്ധിപ്പിച്ചപ്പോഴും CPM-ഉം BJP-യും ചേർന്ന CJP മുന്നണിയുടെ ഭാഗമായി 4 സീറ്റുകളിൽ BJP ജയിച്ചപ്പോഴും ആദികടലായിൽ റിജിൽ മാക്കുറ്റി കുതിച്ചുകൊണ്ടേയിരുന്നു. ഒരു വർഗീയ കക്ഷികൾക്കും തൊടാനായില്ല റിജിലിനെ. എതിരാളികളെല്ലാം ഒന്നിച്ചു നിന്ന് കടന്നാക്രമിച്ചപ്പോഴും റിജിൽ മാക്കുറ്റി ജനങ്ങളിൽ മാത്രം വിശ്വസിച്ചു. കശാപ്പുകാരൻ, ഹിന്ദു വിരോധി, സുഡാപ്പി മാക്കുറ്റി എന്നൊക്കെ സംഘപരിവാറുകാർ പേര് ചാർത്തി നൽകിയിട്ടും അത് ജനങ്ങളിൽ കുത്തിക്കയറ്റാൻ കോൺഗ്രസിൽ നിന്നും കാലുമാറിയ അബ്ദുള്ളക്കുട്ടിയും രഘുനാഥും തമ്പടിച്ചു നിന്ന് തോൽപ്പിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും ആദികടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന ഡിവിഷനിൽ BJP-യുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്നിലാക്കിയെന്നുള്ളത് റിജിൽ മാക്കുറ്റി ഇതുവരെ ഇടപെട്ട രാഷ്ട്രീയ ശൈലിയുടെ വിജയം കൂടിയാണ്. CPM എന്ന പാർട്ടി ഒരു ഭാഗത്ത് നിന്ന് കൊത്തിക്കീറാൻ ശ്രമിക്കുമ്പോൾ അതിനേക്കാളും മുകളിൽ നിന്ന് വേട്ടയാടിയ സംഘപരിവാറുകാർക്കും കിട്ടിയ കനത്ത തിരിച്ചടി കൂടിയാണിത്. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ കാണാത്ത രീതിയിൽ ഒരു ഹിന്ദു മതവിശ്വാസിയായ ഒരു നേതാവിനെ ഹൈന്ദവ സമൂഹത്തിൽ നിന്നും അകറ്റാൻ നോക്കിയ പ്രചാരണ വേലകളെല്ലാം അതിജീവിച്ചതും റിജിൽ മാക്കുറ്റിക്ക് സീറ്റ് കൊടുത്താൽ ഹൈന്ദവ വോട്ട് BJP നേടും എന്ന കള്ളപ്രചാരണം നടത്തിയ സ്വന്തക്കാരും എല്ലാം കൂടി ആഞ്ഞു പിടിച്ചിട്ടും തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് ആദികടലായി എന്ന മതേതര ഗ്രാമം നൽകിയ മറുപടി തന്നെയാണ്. ഏതായാലും കണ്ണൂരിലെ കോൺഗ്രസിന് എപ്പോഴും ഒരു പടനായകൻ വേണം. അത് സ്വയം തീരുമാനിക്കലല്ല, ജനങ്ങൾ അറിഞ്ഞു നൽകുന്ന പടനായക പട്ടമാണ്. അതാണ് ജനങ്ങൾ മതേതര ജനാധിപത്യ വിശ്വാസികൾ സുധാകരന്റെ ശിഷ്യന് അറിഞ്ഞു നൽകിയത്.